എരഞ്ഞിപ്പാലത്തെ ലോഡ്ജ് മുറിയിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. മലപ്പുറം സ്വദേശിനിയെയാണ് ചൊവ്വാഴ്ച രാവിലെ ലോഡ്ജ് മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതി തനിക്കെതിരെ പീഡന പരാതി നൽകിയതിന്റെ വൈരാഗ്യം മൂലമാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി അബ്ദുൽ സനൂഫ് പറഞ്ഞു. സനൂഫ് ബസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന സമയത്താണ് യുവതിയെ പരിചയപ്പെട്ടത്. യുവതി ഇയാൾക്കെതിരെ പീഡന പരാതി നൽകിയിരുന്നു. ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയാണ് ഇരുവരും ലോഡ്ജിൽ മുറിയെടുത്തതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സംസാരത്തിനിടയിൽ ഇരുവരും തമ്മിൽ വഴക്കായി. ഇതോടെ യുവതി ബഹളം വെച്ചു. തുടർന്ന് പ്രതി കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. കൃത്യം നടത്തിയ ശേഷം ഒളിവിൽ പോയ അബ്ദുൽ സനൂഫിനെ ചെന്നൈയിൽ വെച്ചാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ ഇന്ന് രാവിലെയോടെ കോഴിക്കോട് എത്തിക്കുമെന്ന് കോഴിക്കോട് ടൗൺ SP പി ബിജുരാജ് പറഞ്ഞു. യുവതിയുടെ മരണം കൊലപാതകമാണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇയാൾ ലോഡ്ജിൽ നൽകിയ മേൽവിലാസവും ഫോൺ നമ്പറും വ്യാജമായിരുന്നു. സനൂഫ് ഉപയോഗിച്ചിരുന്ന കാറ് പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഒളിവിലായിരുന്ന പ്രതിയെ ചെന്നൈയിൽ നിന്നാണ് പിടികൂടിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. കോഴിക്കോട് നിന്നുള്ള പോലീസ് സംഘം ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. മലപ്പുറം വെട്ടത്തൂർ പട്ടിക്കാട് സ്വദേശി ഫസീലയാണ് ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയതും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഫസീലയും അബ്ദുൽ സനൂഫും ലോഡ്ജിൽ മുറിയെടുത്തത്. പിറ്റേന്ന് തന്നെ അബ്ദുൽ സനൂഫ് ലോഡ്ജിൽ നിന്ന് പോയിരുന്നു. ചൊവ്വാഴ്ചയാണ് ഫസീലയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. യുവതിയെ കൊലപ്പെടുത്തിയ ശേഷമാണ് പ്രതിയായ സനൂഫ് അവിടെ നിന്നും മുങ്ങിയത്. അയൽ സംസ്ഥാനങ്ങളിലേക്ക് കടന്നിരിക്കാമെന്ന നിഗമനത്തിൽ പോലീസ് തമിഴ്നാട്ടിലും കർണാടകയിലും സനൂഫിനായി വ്യാപക തിരച്ചിൽ നടത്തിയിരുന്നു. ഇതിനിടെയാണ് ചെന്നൈയിൽ നിന്ന് പ്രതിയെ പിടിച്ചത്. സനൂഫും ഫസീലയും 3 ദിവസത്തേക്കാണ് ലോഡ്ജിൽ മുറിയെടുത്തത്. ജീവനക്കാർ ചൊവ്വാഴ്ച രാവിലെ നോക്കിയപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മുറി പുറത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. തിങ്കളാഴ്ച സനൂഫ് ലോഡ്ജിൽ ഉണ്ടായിരുന്നതായി ജീവനക്കാർ പറയുന്നുണ്ട്. പണമെടുക്കണമെന്ന് പറഞ്ഞ് പിന്നീട് ഇയാൾ ലോഡ്ജിൽ നിന്ന് ഇറങ്ങിപ്പോകുകയായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.